ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2024 നടന്ന ഡിഗ്രി പ്രിലിംസ് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7x2 ഈസ് ഈക്വൽ ടു 49 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എന്താണ്? സൊല്യൂഷൻ: എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 7x2 is equal to 49 അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇവിടുത്തെ ബേസ് ഈക്വൽ ആക്കണം. ബേസ് ഈക്വൽ ആക്കുവാണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ബേസ് എന്ന് പറഞ്ഞാൽ ഈ താഴെ എഴുതിയിരിക്കുന്ന സംഖ്യകളാണ് 7ഉം 49ഉം. പവർ x+2 2x-3. ഓക്കെ, അതായത് a⁻m ഈസ് ഈക്വൽ ടു a⁻n ആണെങ്കിൽ m ഈസ് ഈക്വൽ ടു n ആയിരിക്കും. ഇവിടെ ബേസ് a ആണ്, അപ്പോൾ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇവിടെ ബേസ് ഈക്വൽ ആക്കണം. 7x+2 ഈസ് ഈക്വൽ ടു 49നെ 7 സ്ക്വയർ എന്ന് എടുക്കാം. 7² 2x-3. അപ്പോൾ ഇവിടെ 7x+2 ഈസ് ഈക്വൽ ടു 7² 2x-3. അത് a⁻m⁴n ഫോമിലാണ്. a⁻m⁴n ഈസ് ഈക്വൽ ടു a⁻m ആണ്. അതുപോലെ ഇത് 7² 2x-3 ഈസ് ഈക്വൽ ടു 7² 2x 4x -2 3 6 7² 4x -6. അപ്പോൾ ഇവിടെ ബേസ് ഈക്വലായി 7 ആയി. അപ്പോൾ ഇനി പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് x+2 ഈസ് ഈക്വൽ ടു 4x -6. പിന്നെ എക്സ്, അതായത് 4x - x ഈസ് ഈക്വൽ ടു 6+2. 4x - 6 3x 6+2 8. Therefore x ഈസ് ഈക്വൽ ടു 8/3. 8/3 ആണ് ആൻസർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: if the sum of two numbers is 8 and the product is 15, what is the sum of their reciprocals? Solution: ഇവിടെ രണ്ട് സംഖ്യകളുടെ സമ്മും പ്രോഡക്റ്റും തന്നിട്ടുണ്ട്. അതിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സം എന്ന് വെച്ചാൽ തുക, പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഗുണനഫലം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതിൻ്റെ ഉത്തരം സം ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ആണ്. സം ഡിവൈഡ് ബൈ പ്രോഡക്റ്റ് ആണ് ഈ റെസിപ്രോക്കലിൻ്റെ സം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സമ്മ് 8 ആണ്, പ്രോഡക്റ്റ് ഗുണനഫലം 15 ആണ്. 8/15 ആണ് ആൻസർ, ഓപ്ഷൻ സി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം സം ബൈ പ്രോഡക്റ്റ് ആണെന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. രണ്ട് സംഖ്യകൾ എക്സും വൈയും ആയിട്ട് എടുത്താൽ സമ്മ് x+y തന്നിട്ടുണ്ട് 8. ഇതിൻ്റെ പ്രോഡക്റ്റ്, അതായത് ഗുണനഫലം x × y 15. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സമ്മാണ്. അതായത് എക്സിൻ്റെ റെസിപ്രോക്കൽ 1/x പ്ലസ് വൈയുടെ റെസിപ്രോക്കൽ 1/y. 1/x + 1/y ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 1/x + 1/y സോൾവ് ചെയ്യുമ്പം y + x / xy എന്ന് കിട്ടും. അതായത് സമ്മ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതൊന്നും ഓർക്കണ്ട. ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം സം ബൈ പ്രോഡക്റ്റ് ആണെന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ:
if the ratio of two positive numbers is 5:6 and the product is 480, then the greatest number is. സൊല്യൂഷൻ. ഇവിടെ രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ റേഷ്യോ തന്നിട്ടുണ്ട് 5:6. അതിൻ്റെ പ്രോഡക്റ്റ് അതായത് ഗുണനഫലവും തന്നിട്ടുണ്ട് 480. അതിലെ വലിയ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത് 5:6. അപ്പോൾ സംഖ്യകളെന്ന് പറയുമ്പം 5x-ഉം 6x-ഉം ആയിരിക്കും. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് ഈ വലിയ റേഷ്യോയിൽ കൊടുത്താൽ വലിയ സംഖ്യ കിട്ടും, ചെറിയ റേഷ്യോയിൽ കൊടുത്താൽ ചെറിയ സംഖ്യ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് സംഖ്യകൾ 5x-ഉം 6x-ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് 480. അതായത് 5x ഇൻറ്റു 6x ഈസ് ഈക്വൽ ടു 480. അപ്പോൾ ഇവിടെ 5 ഇൻറ്റു 6 30, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, 30x² ഈസ് ഈക്വൽ ടു 480. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 480/30, 16. എക്സ് സ്ക്വയർ 16 ആണ്. എക്സ് സ്ക്വയർ 16 ആകുമ്പം എക്സ് ഈസ് ഈക്വൽ ടു √16 ഈസ് ഈക്വൽ ടു 4. എക്സിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ ഇവിടെ വലിയ റേഷ്യോയിൽ കൊടുക്കുക. അതായത് 6x ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 4, 24 ആണ് ഇവിടുത്തെ വലിയ സംഖ്യ. ആൻസർ ഓപ്ഷൻ സി. ഇനി ചെറിയ സംഖ്യ ആണെങ്കിൽ 5x ആയിരിക്കും. അതായത് ചെറിയ റേഷ്യോയിൽ കൊടുക്കുക. 5 ഇൻറ്റു 4 20, ചെറിയ സംഖ്യ 20 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 24 ആണ്. വലിയ സംഖ്യ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ സം ഓഫ് 4 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 976, then the smallest odd number among 4 is. സൊല്യൂഷൻ. അടുത്തടുത്തുള്ള 4 ഒറ്റ സംഖ്യകളുടെ തുക 976 ആയാൽ അതിലെ ചെറിയ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. സംഖ്യകളുടെ എണ്ണം n ആയാൽ വലിയ സംഖ്യ ബിഗസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു ആവറേജ് പ്ലസ് n-1 സ്മോളസ്റ്റ് നമ്പർ, ചെറിയ സംഖ്യ സ്മോളസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു ആവറേജ് മൈനസ് n-1. അപ്പോൾ ഇവിടെ ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാം. ആവറേജ് ഈസ് ഈക്വൽ ടു 976/4, 4 2 8 4 4 16, 4 4 16, 244 ആവറേജ്. സംഖ്യകളുടെ എണ്ണം n 4. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്മോളസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു ആവറേജ് 244 മൈനസ് n-1, 4 മൈനസ് 1, 244 മൈനസ് 4 മൈനസ് 1 3, 244 മൈനസ് 3 241 ആണ് ഇവിടുത്തെ സ്മോളസ്റ്റ് നമ്പർ. ആൻസർ ഓപ്ഷൻ ബി. ഇനിയിപ്പോൾ വലിയ സംഖ്യ ആണെങ്കിൽ ഈ ഫോർമുലയിൽ കൊടുക്കുക. ആവറേജ് പ്ലസ് n-1, അതായത് 244 പ്ലസ് 3 247 ആയിരിക്കും ഇവിടുത്തെ ബിഗസ്റ്റ് നമ്പർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 12 days, എ ആൻഡ് സി ടുഗദർ ഇൻ 8 days and B and C together in 6 days, then B alone can done the work in. സൊല്യൂഷൻ. ഇവിടെ ഒരു ജോലി എയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ 12 ദിവസം കൊണ്ടും, അതേ ജോലി എയും സിയും ചേർന്ന് ചെയ്യുവാണെങ്കിൽ 8 ദിവസം കൊണ്ടും, അതേ ജോലി തന്നെ ബിയും സിയും ചേർന്ന് ചെയ്യുവാണെങ്കിൽ 6 ദിവസം കൊണ്ടും തീരും. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ഈ ജോലി
ചെയ്യുവാണെങ്കിൽ അത് എത്ര ദിവസം കൊണ്ട് തീരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എയും ബിയും സിയും ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ്. എ പ്ലസ് ബി പ്ലസ് സീസ് വർക്ക്. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz ഈസ് ഈക്വൽ ടു x 12, y 8, z 6. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു 12 ഇൻറ്റു 8 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 8 96 പ്ലസ് 8 ഇൻറ്റു 6 48 പ്ലസ് 12 ഇൻറ്റു 6 72 is equal to 2 into 12 into 8 into 6 divided by ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ 216 എന്ന് വരും. is equal to 6 into 36 ആണ് 216. അപ്പോൾ ഇവിടെ 12 into 3 36. അപ്പോൾ ഇത് is equal to 8 into 2 16 by 3 days വരും. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരും ചേർന്ന് ഈ ജോലി ചെയ്യുന്നത് 16/3 ദിവസം കൊണ്ടാണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ബി ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീരുമെന്നാണ്. അതിനായിട്ടൊരു ഫോർമുലയുണ്ട്. ബീസ് വർക്ക് ഈസ് ഈക്വൽ ടു AB ഡിവൈഡഡ് ബൈ A മൈനസ് ബി. ഇതിൽ എയും ബിയും, ഇതിൽ ഒരെണ്ണം എയും ബിയും സിയും ചേർന്ന് ചെയ്യുന്ന ജോലി, ഒരെണ്ണം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ ഇതിൽ ബി വരാത്തത് നോക്കുക. ബി വരാത്തത് ഇവിടെ എയും സിയും ആണ്. 8 ദിവസം വരെ. ഓക്കെ, അപ്പോൾ ഇവിടെ 16/3 8 വരും. അതായിരിക്കും എയും ബിയും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8 ഇൻറ്റു 16/3 ഡിവൈഡഡ് ബൈ 8 മൈനസ് 16/3. 8 ഇൻറ്റു 16/3 ഡിവൈഡഡ് ബൈ, അപ്പോൾ ഇത് 24 മൈനസ് 16/3 ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 16/3 ഡിവൈഡഡ് ബൈ 24 മൈനസ് 16 8. 8/3. ഈ മൂന്നും വെട്ടിപ്പോയി. അപ്പോൾ ഇനി ഇത് 8 ഇൻറ്റു 16/8. 8 വെട്ടിപ്പോയി. 16 ദിവസം. ബി ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ ഈ ജോലി 16 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.